വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 14. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ ധ്യാനിക്കാം. ഈ പുണ്യഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവഹിതമനുസരിച്ച് നിറവേറ്റി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക മാർഗം ക്രിസ്തു മാത്രമാണെന്ന് ഇന്നത്തെ സുവിശേഷം പഠിപ്പിക്കുന്നു. യേശു നമ്മെ ഓർപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ കാര്യം, ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നതും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ് എന്ന ഉറപ്പുമാണ്. നമ്മെ ഒരിക്കലും അനാഥരായി വിടാത്ത ഒരു ദൈവം, നമ്മെക്കുറിച്ച് കരുതലുള്ള ശ്രദ്ധയുള്ള ഒരു ദൈവം. ഈ ദൈവം നമ്മെ നിരന്തരം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അവിടുന്ന് ആയിരിക്കുന്നിടത്ത് നാം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ദൈവത്തിൻ്റെ ഈ മനോഭാവമാണ് നമ്മെ കൂടുതൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ കൃപയിൽ നിലനിർത്തുന്നത്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് നാം ജ്ഞാനസ്നാനത്തിലൂടെ ആത്മാവിൻ്റെ കൃപാവരം സ്വന്തമാക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ വിളിക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തതാണ്. ഇന്നത്തെ ആദ്യ വായനയിലൂടെയും ഈ മഹത്തായ സത്യം വെളിപ്പെടുത്തപ്പെടുന്നു. നാം ദൈവത്തിൻ്റെ പുത്രരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവഹിതം നിറവേറ്റുവാൻ കടപ്പെട്ടവരാണ്. ആകയാൽ ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ഈ ഭൂമിയിൽ വ്യാപരിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന ദൈവത്തിൻ്റെ കൃപയുടെ വചസ്സ് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മക്കൾക്കുള്ള സ്വാതന്ത്ര്യത്തിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സെന്താണ്? പിതാവിനെ സ്നേഹിക്കുക, അവിടുന്ന് അയച്ച പുത്രനെ അറിയുക, പുത്രൻ്റെ വചനം വിശ്വസിക്കുക, പുത്രൻ നൽകുന്ന ജീവിത ബലങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിത്യരക്ഷയുടെ സമ്പൂർണ്ണ കൃപാവരം സ്വന്തമാക്കുക. ക്രിസ്തുവാണ് യഥാർത്ഥ വഴി, ക്രിസ്തുവാണ് യഥാർത്ഥ മാർഗം. അവിടുന്ന് വഴി മാത്രമേ പിതാവിൻ്റെ സന്നിധിയിൽ നാം എത്തിച്ചേരുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ അതേ മനസ്സോടെ ദൈവത്തിൻ്റെ മനസ്സ് നിറവേറ്റുവാൻ നമ്മൾ സന്നദ്ധരാവുക തന്നെ വേണം. കൂടുതൽ സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി നാം ദൈവവചനത്തിന് അനുഷ്ഠിതമായി ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുന്ന ദൈവമക്കളായി നാം രൂപാന്തരപ്പെടും. യേശു പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അതെ, നമ്മുടെ ഹൃദയം തകർന്നു പോകുമ്പോൾ, ജീവിതം സങ്കടത്തിലും വേദനയിലും നൊമ്പരത്തിലുമാകുമ്പോൾ നമുക്ക് പ്രതീക്ഷയായി, പ്രത്യാശയുടെ കൃപാനിധിയായി ഒരു ദൈവം കൂടെയുണ്ട്. നമ്മുടെ തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടെ നാം അവിടുത്തെ തിരുസന്നിധിയിലെത്തുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമുക്ക് വഴിയായി, സത്യമായി, ജീവനായി നിലകൊള്ളുവാൻ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ക്രിസ്തുവാണ്. ആകയാൽ കുറച്ചുകൂടി വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനും അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുവാനും നമ്മൾ നിരന്തരം പ്രാപ്തരാകുക തന്നെ വേണം. കർത്താവിൻ്റെ മനസ്സിനൊത്ത് ഈ പുണ്യഭൂമി വ്യാപരിക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം
കുറച്ചുകൂടി നന്മയുള്ളതായി രൂപാന്തരപ്പെടും. ക്രിസ്തു നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്രിസ്തുവാണ് വഴി, ക്രിസ്തുവാണ് സത്യം, ക്രിസ്തുവാണ് ജീവൻ. ഈ നിത്യസത്യത്തെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് നാം സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ യോഗ്യതയുള്ളവരായി തീരുക. ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പ്രത്യാശയുള്ളവരാണ്. ആ പ്രത്യാശയുടെ പൂർണ്ണത സ്വന്തമാക്കാൻ ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.